Morning, Jasmine. Good morning, teacher. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഗുഡ് മോർണിംഗ് തുഷാര. Good morning. അപ്പൊ അഡ്മിനിസ്റ്റർ എന്ന വേർഡ് എവിടെ നിന്ന് വന്നതാണ്? എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? Latin word ലാറ്റിൻ വേർഡ് ഏതായിരുന്നു? administer, Which means to care for, look after people. to manage. ഓക്കെ, പിന്നെ നമ്മൾ എന്തായിരുന്നു എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു എലമെന്റ്സ്? ഏതൊക്കെയായിരുന്നു എലമെന്റ്സ് തുഷാര? Organizing, staffing, directing, coordinating, reporting and budgeting. നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? പോസ്റ്റ് കർവ്. ഓക്കെ, നമ്മൾ ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 2. റിജു, പേജ് നമ്പർ 2. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ കുറച്ചു? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. ഓക്കെ. ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മള് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു അഡ്മിനിസ്ട്രേഷൻ? അതായത് എന്താണ്? ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ പ്ലാൻസും പോളിസീസും എല്ലാം തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഒരു ഭരണസമിതിയാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ പ്ലാൻസും എല്ലാ പോളിസീസും തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? സെറ്റ് ചെയ്ത് വെക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ഒരു ഭരണസമിതി. അഡ്മിനിസ്ട്രേഷൻ മീൻസ് എന്താണ്? ഒരു ഭരണസമിതിയാണ്. ഇവരാണ് ഓർഗനൈസേഷന് വേണ്ട എല്ലാ പ്ലാൻസും അല്ലെങ്കിൽ പോളിസീസ് എന്തൊക്കെ കാര്യങ്ങളാണോ നടപ്പിലാക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്ത് അത് ഡിസൈഡ് ചെയ്ത് വെക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്താണ്? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭരണപരമായ റോൾസുകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ഇന്റർപേഴ്സണൽ റോൾസ്. എന്താണ് ഇന്റർപേഴ്സണൽ റോൾസ്? ഇതിനു മുമ്പ് കനേഡിയൻ ഓതർ ആണ് ഹെൻറി മിൻസ്ബർഗ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാനേജീരിയൽ റോൾ തിയറി. ഓക്കെ, കനേഡിയൻ ഓതർ ആണ് ഹെൻറി മിൻസ്ബർഗ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാനേജീരിയൽ റോൾ തിയറി. ഓക്കെ, അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്ററിന് 3 ടൈപ്സ് ഓഫ് റോളുകൾ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, മിൻസ്ബർഗിന്റെ ഈ തിയറിയിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് 3 ടൈപ്പ് ഓഫ് റോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പിലുള്ള റോളുകൾ ഉണ്ടെന്ന് പറയുന്നു. അതേതൊക്കെയാണ്? ഫസ്റ്റ് റോൾ ആണ് ഇന്റർപേഴ്സണൽ റോൾസ്. സെക്കൻഡ് ഏതാണ്? ഇൻഫോർമേഷണൽ റോൾ. തേർഡ് വൺ ആണ് ഡിസിഷണൽ റോൾസ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ ഏതൊക്കെയാണ് 3 റോളുകൾ പറയുന്നത്? ഇന്റർപേഴ്സണൽ റോൾ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ എന്താണ്? ഇൻഫോർമേഷണൽ റോൾ, ദെൻ ഡിസിഷണൽ റോൾ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇന്റർപേഴ്സണൽ റോൾ എന്താണ്? ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാല് അതായത് ഒരു നമ്മുടെ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ പീപ്പിളുമായിട്ടും നല്ല പ്രോപ്പർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ്? എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്റർപേഴ്സണൽ റോളിൽ വരുന്നത്. എന്തൊക്കെയാണ് ഇന്റർപേഴ്സണൽ റോളിൽ പറയുന്നത്? അതായത് ഓർഗനൈസേഷൻ അകത്തും പുറത്തുമുള്ള പീപ്പിൾസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
പിന്നെന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റോൾസിൽ ഹെൻസ്ബർഗ് പറയുന്നത് ഏതൊക്കെയാണ്? ഫിഗർ ഹെഡ്. ഇന്റർപേഴ്സണൽ റോൾസ്, മെയിൻ ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റോൾസ് ഏതൊക്കെയാണ്? ഫിഗർ ഹെഡ്, ലീഡർ, ലിയോസോൺ. ഓക്കെ, ഫിഗർ ഹെഡ്, ലീഡർ, ലിയോസോൺ. ക്ലിയർ ആകുന്നില്ലേ? അപ്പോ ഇന്റർപേഴ്സണൽ റോൾസിൽ പറയുന്നത് ഏതൊക്കെയാണ്? ഫിഗർ ഹെഡ് ആയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെന്താണ്? ലീഡർ ആയിട്ട് അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്. പിന്നെന്താണ്? ലിയോസോൺ ആയിട്ടും ഡ്യൂട്ടി ഉണ്ട്. അതായത് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഫിഗർ ഹെഡ്. നമ്മൾ പറഞ്ഞു ഇന്റർപേഴ്സണൽ റോൾസ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരോട് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള റോളുകൾ, ഡ്യൂട്ടീസ് ആണ് ഫിഗർ ഹെഡ്. എന്താണ്? ആക്ട് ആസ് എ സിംബോളിക് ലീഡർ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഒരു ലീഡർ ആയിട്ട്, ഓക്കെ, ഒരു സിംബോളിക് ലീഡർ ആയിട്ട് പ്രവർത്തിക്കുക, ആക്ട് ചെയ്യുക. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി ആണ്, ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ഫസ്റ്റ് ഡ്യൂട്ടി ആണ് ഫിഗർ ഹെഡ്. വിച്ച് മീൻസ് എന്താണ്? ആ ഓർഗനൈസേഷന്റെ ഒരു സിംബോളിക് ലീഡർ ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ സിംബോളിക് ലീഡർ ആകുമ്പോൾ, ഫിഗർ ഹെഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും അത്? ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യുക. ഓക്കെ, ഡോക്യുമെന്റ് സൈൻ ചെയ്യുക. പിന്നെന്താണ്? ഒഫീഷ്യൽ മീറ്റിംഗ്സിൽ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുക. ഓർഗനൈസേഷന്റെ ഹെഡ് ആയിട്ടല്ല അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷൻ മീറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗ്സിൽ എന്താണ്? ഓർഗനൈസേഷന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ ഫിഗർ ഹെഡ്? ഫിഗർ ഹെഡ് ക്ലിയർ ആണോ? അപ്പൊ ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ആദ്യത്തെ റോൾ എന്താണ്? ഫിഗർ ഹെഡ് ആണ്. അതായത് എന്താണ്? ഒരു സിംബോളിക് ലീഡർ ആയിട്ട് ഓർഗനൈസേഷനിൽ ആക്ട് ചെയ്യുക. അപ്പൊ ഈ ഫിഗർ ഹെഡിനുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യുക. പിന്നെന്താണ്? ഒഫീഷ്യൽ മീറ്റിംഗ്സിൽ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? ലീഡർ. അതായത് ഇന്റർപേഴ്സണൽ റോൾസിലെ നെക്സ്റ്റ് റോൾ എന്തായിരുന്നു? ലീഡർ ആയിട്ട് റോൾ ഉണ്ട്. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ നെക്സ്റ്റ് റോൾ ആണ് ലീഡർ. എന്താണ്? സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യുക. ഒരു ലീഡറിന്റെ, ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ലീഡറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യുക. സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? അവരെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഗോൾസുകൾ ഉണ്ടല്ലോ, നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ധാരാളം ഗോൾസ് ഉണ്ട്. ഗോൾസുകളൊക്കെ എന്താണ്? അതിനുവേണ്ടി ഡയറക്ഷൻസ് കൊടുക്കുക. ഗോൾസുകൾ എങ്ങനെ അച്ചീവ് ചെയ്യാം? ഓക്കെ, ഗോൾസുകൾ എങ്ങനെ അച്ചീവ് ചെയ്യാം? അതിനുവേണ്ടി ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ടീം സ്പിരിറ്റ്, മൊത്തത്തിലുള്ള ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യുക. പിന്നെന്താണ്? എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുക. ആ ഓർഗനൈസേഷനിലെ സ്റ്റാഫ് എത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത്, ഓക്കെ, അവരുടെ പെർഫോമൻസ് നല്ല രീതിയിലാണോ തുടങ്ങിയ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇന്റർപേഴ്സണൽ റോൾസിൽ ക്ലിയർ ആയോ? ഫിഗർ ഹെഡ് പറഞ്ഞു, പിന്നെന്താണ്? ലീഡർ. അപ്പൊ ഫിഗർ ഹെഡിന്റെ റോൾസ് എന്തൊക്കെയായിരുന്നു? ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ജാസ്മിൻ, ഫിഗർ ഹെഡിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സിംബോളിക് ലീഡർ ആയിട്ട് ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുക. ഒഫീഷ്യൽ മീറ്റിംഗ്സിൽ ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുക. പിന്നെന്തായിരുന്നു? സൈൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഡോക്യുമെന്റ്സിലേക്ക് സൈൻ ചെയ്യുക. ഒരു ഫിഗർ ഹെഡിന്റെ ഡ്യൂട്ടീസ് ആണ്. ഈ ഫിഗർ ഹെഡ് വരുന്നത് എവിടെയാണ്? ഇന്റർപേഴ്സണൽ റോൾസിലാണ് ഈ ഫിഗർ ഹെഡും ലീഡറും ലിയോസോണൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ലീഡറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ആസ് എ ലീഡർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മാനേജ് സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് എന്താണ്? മാനേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെന്താണ്? ഗോൾസിന് വേണ്ട നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ തന്നെ ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, then ലിയോസോൺ. എന്താണ് ലിയോസോൺ? റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അസിസ്റ്റ് ചെയ്യുക, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ്, ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യുക. ഓർഗനൈസേഷന് പുറത്ത്
എന്താണ് പുറത്തുള്ള കോണ്ടാക്ട്സുമായിട്ട് പുറത്തുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടീസ് ആണ്? റെപ്രസെന്റേറ്റീവ്, ഐ മീൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, പുറത്തുള്ള ഈ ഓർഗനൈസേഷന് പുറത്തുള്ളവരുമായിട്ട് തേർഡ് പാർട്ടീസുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. ഓക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ഹോസ്പിറ്റൽ, ഈ ഓർഗനൈസേഷനും മറ്റൊരു ഹോസ്പിറ്റലിനും ഇടയിലുള്ള ബ്രിഡ്ജ് ആയിട്ട് നിലനിൽക്കുന്നത് ആരാണ്? ഇവർക്കിടയിലുള്ള ബ്രിഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക, അത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ലിയോസോൺ, ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ ആണോ? അപ്പോ ഇന്റർപേഴ്സണൽ റോൾസ് ക്ലിയർ ആയോ? എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഫിഗർ ഹെഡ് വരുന്നുണ്ട്. ഓക്കെ, ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ഇന്റർപേഴ്സണൽ റോൾസ് ഇതിൽ വരുന്നത് ഫിഗർ ഹെഡ്, ലീഡർ, ലിയോസോൺ. ഓക്കെ, ഈ റോളുകളിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റർ ഒരു ഫിഗർ ഹെഡ് ആയിട്ടും ഒരു ലീഡർ ആയിട്ടും ഒരു ലിയോസോൺ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. നെക്സ്റ്റ് വൺ ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ വരുന്ന നെക്സ്റ്റ് വൺ ഏതാണ്? ഇന്റർപേഴ്സണൽ റോൾസ് കഴിഞ്ഞാൽ ഇൻഫോർമേഷണൽ റോൾസ്. ഓക്കെ, ഇൻഫോർമേഷണൽ റോൾസ് ഏതൊക്കെയാണ്? മോണിറ്റർ, ഡിസിമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇൻഫോർമേഷണൽ റോൾസ് എന്തൊക്കെയാണ്? ഇൻഫോർമേഷണൽ റോൾസ് അതായത് ഓർഗനൈസേഷനിലെ ഇൻഫോർമേഷൻസ്, അവിടെയുള്ള ഇൻഫോർമേഷൻസിനെ പ്രോസസ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അനലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻഫോർമേഷണൽ റോൾസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ എന്താണ്? ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷനെ അനലൈസ് ചെയ്യുക, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഫോർമേഷണൽ റോൾസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? മോണിറ്റർ, ഒരു നിരീക്ഷകനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിരീക്ഷകനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? അതായത് ഓർഗനൈസേഷൻ, ഈ ഹോസ്പിറ്റൽസിന് പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള വേരിയസ് സോഴ്സിൽ നിന്നുമുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്താണ്? അതിന്റെ ഇന്റേണൽ പെർഫോമൻസ്, ഈ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിന്റെ അതിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, പെർഫോമൻസ് നിരീക്ഷിക്കുക. ഈ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അതിന്റെ ആക്യുറസി എന്താണ്? മോണിറ്റർ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ ഇത് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്തായിരുന്നു? ഡിസിമിനേറ്റർ എന്താണ്? ഒരു പ്രചാരകനായിട്ട്, അതായത് എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനും സബോർഡിനേറ്റ്സിനും, ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ധാരാളം സ്റ്റാഫുകൾ ഉണ്ട്, അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ സബോർഡിനേറ്റ്സിനും അല്ലെങ്കിൽ സ്റ്റാഫിനും ഒക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടന്റ് ആയ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ പോളിസീസ് കൊണ്ടുവന്നാൽ ആ പോളിസിനെ കുറിച്ചും അല്ലെങ്കിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ഓഫീസിൽ അല്ല ഓർഗനൈസേഷനിൽ, അത്തരം മാറ്റങ്ങളെ കുറിച്ചും സ്റ്റാഫിനെ അറിയിക്കേണ്ടതും ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഡിസിമിനേറ്റർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? ഓർഗനൈസേഷനിലെ സ്റ്റാഫിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് എന്താണ്? ഇൻഫോർമേഷൻസ്, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, അവരെ അറിയിക്കുക. പിന്നെന്തായിരുന്നു? മാറ്റങ്ങൾ, ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂ പോളിസീസ് ഒക്കെ ഓർഗനൈസേഷനിൽ വന്നാൽ ആ പോളിസീസിനെ കുറിച്ചും അവരെ അറിയിക്കുക. ഓക്കെ, ഡിസിമിനേറ്റർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് ഇതെല്ലാം. ക്ലിയർ ആയോ? ടീച്ചർ മോണിറ്റർ ഒന്നുകൂടെ പറയാൻ പറ്റും? മോണിറ്ററോ? ഓക്കെ.
ഇൻഫർമേഷണൽ റോൾസിലെ ഫസ്റ്റ് വൺ, അതായത് മോണിറ്റർ, നിരീക്ഷകനായിട്ട് പ്രവർത്തിക്കണം. അഡ്മിനിസ്ട്രേറ്റർ ഒരു മോണിറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. അപ്പൊ മോണിറ്റർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? ഓർഗനൈസേഷന് പുറത്തുനിന്നും അകത്തു നിന്നുമുള്ള നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. ആ കളക്ട് ചെയ്ത ഡാറ്റാസിനെ മോണിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡാറ്റാസ് മോണിറ്റർ ചെയ്യേണ്ടത്, അതിന്റെ ആക്യുറേറ്റ് ആണോ, ആ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റ ആക്യുറേറ്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ടതും ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. മോണിറ്റർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? പിന്നെ ഹോസ്പിറ്റൽ, അതുകൂടാതെ എന്താണ്, ഹോസ്പിറ്റൽസിന്റെ പെർഫോമൻസ്, ഇന്റേണൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ പെർഫോമൻസ് മോണിറ്റർ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? മോണിറ്റർ, ഡിസമിനേറ്റഡ്, ദെൻ സ്പോക്സ് പേഴ്സൺ. എന്താണ് സ്പോക്സ് പേഴ്സൺ? അതായത് ഈ ഓർഗനൈസേഷന് പുറത്തുള്ള ആളുകൾക്ക്, ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ട്, ഒരു വക്താവായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓർഗനൈസേഷന് പുറത്ത് ഈ ഔട്ടർ വേൾഡിൽ ഓർഗനൈസേഷന് പുറത്തുള്ളവർക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്താണ്, ഈ ഓർഗനൈസേഷനിൽ പലതരം പോളിസീസ് അല്ലെങ്കിൽ പുതിയ പദ്ധതികളൊക്കെ, പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരാറുണ്ടല്ലേ? ഇവയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് മീഡിയാസിനായാലും പബ്ലിക്കിനായാലും പ്രൊവൈഡ് ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഒരു സ്പോക്സ് പേഴ്സൺ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ മീഡിയാസിനെയും പബ്ലിക്കിനെയും അറിയിക്കേണ്ടത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഒരു സ്പോക്സ് പേഴ്സൺ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷന് പുറത്ത് എന്താണ്, ഓർഗനൈസേഷന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെന്താണ്, ഹോസ്പിറ്റൽസിൽ എടുക്കുന്ന പുതിയ പോളിസീസ്, പ്രോജക്ട്സുകളെ കുറിച്ച് പബ്ലിക്കിനെയും അല്ലെങ്കിൽ എന്താണ് മീഡിയാസിനെയും അറിയിക്കേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. സ്പോക്സ് പേഴ്സൺ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ എന്താണ്? ഇൻഫോർമേഷണൽ റോൾസ് ഏതൊക്കെയാ പറഞ്ഞത്? മോണിറ്റർ. ഓക്കെ, ഹോസ്പിറ്റൽസിൽ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷനെ മോണിറ്റർ ചെയ്യണം. പിന്നെന്താണ്? ഡിസമിനേറ്ററിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന എല്ലാ ന്യൂ പോളിസീസ് ആയാലും ചേഞ്ചസ് ആയാലും സബോർഡിനേറ്റ് സ്റ്റാഫിനെ അറിയിക്കണം. പിന്നെന്താണ്? സ്പോക്സ് പേഴ്സൺസ് ഹോസ്പിറ്റലിലെ ന്യൂ പോളിസീസ്, പ്രോജക്ട്സുകളെ കുറിച്ച് മീഡിയാസിനെ ആയാലും പബ്ലിക്കിനെ ആയാലും അറിയിക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷണൽ റോൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡിസിഷണൽ റോൾസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഡിസിഷണൽ റോൾസ്. എന്താണ് ഡിസിഷണൽ റോൾസ്? എന്തായിരിക്കും ഡിസിഷണൽ റോൾസ്? അതായത് ഈ ഓർഗനൈസേഷനെയും അതിന്റെ ഡയറക്ഷനെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ബാധിക്കുന്ന എല്ലാ ഡിസിഷൻസും എടുക്കേണ്ടത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഈ ഡിസിഷൻസ് എടുക്കുന്നതാണ് ഈ ഡിസിഷണൽ റോൾസിൽ ഉൾപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ഓർഗനൈസേഷന്റെ ഡയറക്ഷനെയും അതിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഡിസിഷണൽ റോൾസ്. ഓക്കെ, ഓർഗനൈസേഷനെ ബാധിക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടുന്നത് ഈ ഡിസിഷണൽ റോൾസിലാണ്. അപ്പോൾ ഡിസിഷണൽ റോൾസിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ്, ഡിസിഷണൽ റോളിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓൺട്രപ്രന്യൂർ. ഓക്കെ, ഓൺട്രപ്രന്യൂർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. പിന്നെന്താണ്? റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഡ്യൂട്ടീസ്, ഇത്തരം റോളുകൾ അഡ്മിനിസ്ട്രേറ്റർ വഹിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓൺട്രപ്രന്യൂർ. എന്താണ് ഓൺട്രപ്രന്യൂർ? ഒരു സംരംഭകനായിട്ട്, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഓൺട്രപ്രന്യൂർ ആയിട്ട്, ഓൺട്രപ്രന്യൂർ എന്ന നിലയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ ആയോ? ഇത് പിന്നെന്തായിരുന്നു? ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ ആയിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്
ക്രൈസിസ് എല്ലാം ഡീൽ ചെയ്യേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാഫുകള് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഡിസിഷൻ എടുക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അതായത് ഓൺട്രപ്രണർ എന്ന നിലയിലും ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന നിലയിലും റിസോഴ്സ് അലോക്കേറ്റർ എന്ന നിലയിലും നെഗോഷിയേറ്റർ എന്ന നിലയിലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഡിസ്റ്റർബൻസ് ഹാൻഡ്ലറിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്ടഡ് ഇഷ്യൂസ് അത് സോൾവ് ചെയ്യേണ്ടത് ആരാണ്? സോൾവ് ചെയ്യാൻ വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്? ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതും അതിനുവേണ്ട ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് വൺ എന്താണ്? റിസോഴ്സ് അലോക്കേറ്റർ. എന്താണ് റിസോഴ്സ് അലോക്കേറ്ററിൽ പറയുന്നത്? അതായത് നമുക്ക് ഹോസ്പിറ്റൽസിൽ ധാരാളം പ്രോജക്ട്സ് ഉണ്ടായിരിക്കാം, ധാരാളം പ്ലാനുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അതിന് ഏത് പ്രോജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രോജക്റ്റുകൾക്ക് മുൻഗണന കൊടുക്കുക, അതിനു വേണ്ട ബഡ്ജറ്റ്, അതിനു വേണ്ട ക്യാഷ്, അതിനു വേണ്ട ചെലവുകൾ കണ്ടെത്തുക, അതിനു വേണ്ട ക്യാഷ് അല്ലെങ്കിൽ അതിനു വേണ്ട ബഡ്ജറ്റ് നീക്കിയിരുത്തുക. ഓക്കെ, ഇതിനെക്കുറിച്ച് ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. ഓക്കെ, അതിനു വേണ്ട വിഹിതം നിശ്ചയിക്കേണ്ടതും ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? റിസോഴ്സ് അലോക്കേറ്റർ. ഹോസ്പിറ്റൽസിൽ ധാരാളം പ്രോജക്ട്സുകൾ ഉണ്ട്. ആ പ്രോജക്റ്റുകൾക്ക് മുൻഗണന നൽകുക. ഏതൊക്കെ പ്രോജക്റ്റുകളാണോ ആദ്യം ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഓർഡർ ചെയ്യുക, അതിനു വേണ്ട ബജറ്റ് വിഹിതം മാറ്റിവെക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഓർഗനൈസേഷന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. അതിലെന്തൊക്കെയാണ് വരുന്നത്? അതായത് ക്ലയന്റിനും അല്ലെങ്കിൽ ലേബർ യൂണിയനുക്കും ഇടയിൽ ഒരു ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ്സ്, ക്ലയന്റുകൾ ഉണ്ടാകും ഹോസ്പിറ്റൽസിന് അല്ലെ, അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് ഉണ്ടാകാം. ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ ഓർഗനൈസേഷന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഇവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആയോ? നെഗോഷിയേറ്റർ ആയിട്ട് റെപ്രസെന്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഡിസിഷണൽ റോൾസ് ക്ലിയർ ആയോ? ഡിസിഷണൽ റോൾസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? 3 ടൈപ്പ് ഓഫ് റോളുകൾ ഉണ്ടെന്ന് പറയുന്നു. അഡ്മിനിസ്ട്രേറ്ററിന് മിൻസ്ബർഗിന്റെ തിയറി പ്രകാരം നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന് 3 ടൈപ്സ് ഓഫ് റോളുകൾ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് 3 ടൈപ്പ് റോളുകൾ? ഏതൊക്കെയാണ് ജാസ്മിൻ? Interpersonal roles, informational roles, and decisional roles. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫോർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. പിന്നെ അതിൽ ഓരോന്നും വരുന്ന ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഫിഗർ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കണം. ഫിഗർ ഹെഡ് ആയിട്ട് ചില ഡ്യൂട്ടീസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ലീഡർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ലിയോസോൺ ആയിട്ട് ചില ഡ്യൂട്ടീസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇൻഫോർമേഷണൽ റോൾസ് ആയിട്ട് ഏതൊക്കെയാണ്? മോണിറ്റർ, പിന്നെന്താണ്? ഡിസിമിനേറ്റർ, ഡിസിഷണൽ റോൾസിലുള്ള ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ ആയിട്ട്. ഓക്കെ, ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അതിനു വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട റോൾ മാർക്കാണുള്ളത് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ദെൻ റിസോഴ്സ് അലോക്കേറ്റർ ആയിട്ടും നെഗോഷിയേറ്റർ ആയിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സ്കിൽസ് നീഡഡ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ടെക്നിക്കൽ സ്കിൽസ്, നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. അതിലെന്താ പറയുന്നത്? നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്ററിന് പ്രോപ്പർ ആയിട്ട് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഈ ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിന് ടെക്നിക്കൽ സ്കില്ല് ഈ അഡ്മിനിസ്ട്രേറ്ററിന് എസെൻഷ്യൽ ആണ്, അത്യാവശ്യമാണ്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടാം?
ചില സ്പെഷ്യലൈസ്ഡ് ടൂൾസ്, ഓക്കെ, ടൂൾസ് യൂസ് ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ്, ഓക്കെ, ബഡ്ജറ്റ്, അക്കൗണ്ട്, ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ ഇത് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ചും ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യുന്നതിന് ചില ടെക്നിക്കൽ സ്കിൽസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് അത്യാവശ്യമാണ്. അതെന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ടൂൾസ് യൂസ് ചെയ്യാനുള്ള അറിവായിരിക്കാം, അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടി ചിലപ്പോൾ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ആ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണം അതിനെക്കുറിച്ചും അതിന്റെ ടെക്നിക്കാലിറ്റി, അതിന്റെ ടെക്നിക്കൽ സ്കില്ലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഏതാണ്? സ്കിൽ. അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട സ്കില്ലിലെ ഫസ്റ്റ് വൺ ആണ് ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? ഹ്യൂമൻ സ്കിൽസ്. എന്താണ് ഹ്യൂമൻ സ്കിൽസ്? ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. എന്താണ്? ഒരു സോഫ്റ്റ് സ്കിൽ ആണ് ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ. അതായത് ഓർഗനൈസേഷൻ അകത്തുള്ളവരോട് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോടും എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, അതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലും അഡ്മിനിസ്ട്രേറ്റർക്ക് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ആയിരുന്നു ടെക്നിക്കൽ സ്കിൽസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് അത്യാവശ്യമാണ്. ചിലപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ എങ്ങനെ, ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം, അത് ടെക്നിക്കാലിറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? ഹ്യൂമൻ സ്കിൽസ്, ചില സോഫ്റ്റ് സ്കില്ലുകൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? നന്നായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കുക, ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകളും ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് അത്യാവശ്യമാണ്. നെക്സ്റ്റ് സ്കിൽ ഏതാ പറയുന്നത്? കൺസെപ്റ്റുവൽ സ്കിൽ. എന്താണ് കൺസെപ്റ്റുവൽ സ്കിൽ? ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റേറ്റ് അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിച്ച് കൺസേൺ ദ ഓർഗനൈസേഷൻ. എന്താണ്? ദ കപ്പാസിറ്റി ടു തിങ്ക്. തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ വന്നാൽ അത് പ്രോപ്പർ ആയിട്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല്, ഒരു കേപ്പബിലിറ്റി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിനെയാണ് കൺസെപ്റ്റുവൽ സ്കിൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കഴിവ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലും അതിനെ സോൾവ് ചെയ്യണം. ആ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു കഴിവ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് കൺസെപ്റ്റുവൽ സ്കിൽ. ക്ലിയർ ആയോ? ഇപ്പൊ ഏതൊക്കെയാണ് സ്കിൽസ് നീഡഡ്? ഏതൊക്കെ സ്കില്ലാണ് വേണ്ടത്? Technical skills. ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, ടെക്നിക്കൽ സ്കിൽ വേണം അഡ്മിനിസ്ട്രേറ്റർക്ക്. പിന്നെന്താണ്? Human skills. ഹ്യൂമൻ സ്കിൽ എന്താ പറയുന്നത്? Potential to work well with other people. മറ്റുള്ളവരോട് നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ചില സോഫ്റ്റ് സ്കില്ലുകൾ വേണം. ഓക്കെ, പിന്നെന്താണ്? കൺസെപ്റ്റുവൽ സ്കില്ലിൽ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് അതിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ പ്രോപ്പർ ആയിട്ട്, എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ആ പ്രോബ്ലത്തിനെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി അതിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ഓക്കെ, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം അതിനുള്ള ഒരു കഴിവും കൺസെപ്റ്റുവൽ സ്കില്ലും അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ ഇന്റർപേഴ്സണൽ റോൾസ് വരുന്നുണ്ട്, ഇൻഫോർമേഷണൽ റോൾസ് വരുന്നുണ്ട്, ഡിസിഷണൽ റോൾസ് വരുന്നുണ്ട്. ദെൻ സ്കിൽ ഏതൊക്കെയാണ്? ടെക്നിക്കൽ സ്കിൽ നീഡാണ്. പിന്നെ എന്താണ്? ഹ്യൂമൻ സ്കിൽസ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് നീഡാണ്. പിന്നെ എന്താണ്? കൺസെപ്റ്റുവൽ സ്കില്ല് വേണം. അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു കാര്യങ്ങള് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു കഴിവും അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
ഓക്കെ, നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. എന്തായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്തായിരുന്നു തുഷാര? The governance of the hospital association. ഹോസ്പിറ്റൽസ് എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുക. എല്ലാ ഡിപ്പാർട്ട്മെന്റും അല്ല, എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? സുഗമമായിട്ട് നടക്കണം. പിന്നെന്താ പറയുന്നത്? ഓൾദോ സം റോൾസ് മേ ഇൻവോൾവ് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, മെനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. ഓക്കെ, ചില റോളുകളിൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് രോഗി പരിചരണം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേഷനിൽ ചില റോളുകളിൽ ഡയറക്റ്റ് ആയിട്ട് രോഗിയെ പരിശോധിക്കണം, രോഗിയെ പരിചരിക്കണം. ഓക്കെ, പക്ഷെ മിക്ക ഹോസ്പിറ്റലുകളിലെയും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇക്കാര്യങ്ങൾ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ദേ മേ ഹാവ് എ വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഏതൊക്കെയാണത്? ലൈക്ക് മാനേജിങ് ഫിനാൻസസ്, ഫിനാൻസ് മാനേജ് ചെയ്യണം. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ നീഡ്സും എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. പിന്നെന്താണ്? അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മറ്റു റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് മാനേജ് ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, റെഗുലേറ്ററി നീഡ്സ് ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. ഡിപ്പാർട്ട്മെന്റിന്റെ നീഡ്സുകൾ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? സ്റ്റാഫുകളെ നിയമിക്കുക. ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളെ നിയമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ക്ലിയർ ആയോ? These professionals can find work in a variety of healthcare organizations which consist of hospitals, clinics, corporations and government agencies. അതായത് ഈ പ്രൊഫഷണൽസിന് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്? ഗവൺമെന്റ് ഏജൻസി. ഓക്കെ, ഗവൺമെന്റ് ഏജൻസികൾ അടങ്ങുന്ന വിവിധ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഇവർക്ക് ജോലി കണ്ടെത്താനും സാധിക്കും. ഓക്കെ, ഇത്തരം പ്രൊഫഷണൽസിന് എവിടേക്കാണ് ജോലി ചെയ്യാൻ പറ്റുന്ന? ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. ഓക്കെ, ക്ലിയർ ആയോ? ഗവൺമെന്റ് ഏജൻസികൾ അടങ്ങുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും ഇവർക്ക് ജോലികൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പിന്നെന്താ പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് all departments within a healthcare facility to make sure that they function as a whole. പിന്നെന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കുള്ളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത്, അതായത് ഏകോപിപ്പിച്ച് അവർ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇത് കോർഡിനേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിലുള്ള പ്രവർത്തനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിലുള്ള പ്രവർത്തനം നമ്മൾ ഈ ക്ലാസ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് അവർ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓർക്കുന്നുണ്ടോ? അവരുടെ കോമൺ ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഷാരോൺ, ജിനു, തുഷാര, ജാസ്മിൻ? ക്ലിയർ ആയി. പിന്നെന്താ? ഓക്കെ, their proficiency is needed to execute, plan, organize, direct and monitor the outcomes of medical and health services. അത് മെഡിക്കൽ ഹെൽത്ത് സർവീസസിലെ ഫലങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അത് എക്സിക്യൂട്ട് നടപ്പിലാക്കുക, അല്ലെങ്കിൽ എന്താണ്? പ്ലാൻ ചെയ്യുക, അത് ആസൂത്രണം ചെയ്യുക, പിന്നെ എന്താണ്? ഓർഗനൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇതിലൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രൊഫിഷ്യൻസി, അതായത് വൈദഗ്ധ്യം അല്ലെങ്കിൽ ആ സ്കില്ല് ആവശ്യമാണ്. ഓക്കെ, ഹോസ്പിറ്റൽസിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒരു വെൽ സ്കിൽഡ് ആയിട്ടുള്ള എങ്ങനെയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണ് കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയായിരിക്കണം?
നല്ല സ്കില്ലുള്ള, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ള, എല്ലാ കാര്യങ്ങളും എങ്ങനെ പ്ലാൻ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വൈദഗ്ധ്യമുള്ള, പ്രാവീണ്യമുള്ള ഒരാളായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആയോ? പിന്നെന്താ പറയുന്നത്? Though the role of a hospital administrator differs from one institution to the next, then duties most often include. അപ്പൊ എല്ലാ ഓർഗനൈസേഷനിലെയും അഡ്മിനിസ്ട്രേറ്റർ സെയിം ഡ്യൂട്ടീസ് ആയിരിക്കോ ചെയ്യുന്നത്? ആയിരിക്കോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാർജ് ഹോസ്പിറ്റൽസും സ്മോൾ ഹോസ്പിറ്റൽസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സെയിം ആയിരിക്കില്ല എല്ലാ ഓർഗനൈസേഷനിലെയും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. ഓക്കെ, പിന്നെ കുറച്ച് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് മോസ്റ്റ് ഓഫൺ ഇൻക്ലൂഡ്. ഏതൊക്കെയാണ് ഡ്യൂട്ടീസ്? അവരുടെ serving as contact among governing boards, medical staff and department heads. അവർ പറയുന്ന ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? അതായത് ഗവേണിംഗ് ബോർഡിനും പിന്നെന്താണ് മെഡിക്കൽ സ്റ്റാഫിനും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ എന്താണ് ഒരു കോണ്ടാക്ട് ആയിട്ട് നിലനിൽക്കുക. അവർക്കിടയിൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫ്, ഗവേണിംഗ് ബോർഡ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഇവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്താണ്? റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നേഴ്സസിനെ അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരെ നിയമിക്കുകയും അവരെ അസസ് ചെയ്യുകയും അവരെ വിലയിരുത്തുകയും ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്? മെഡിക്കൽ സ്റ്റാഫിനും പിന്നെന്താണ് ഗവേണിംഗ് ബോർഡിനും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്കിടയിലും ഒരു കോണ്ടാക്ട് ആയിട്ട് ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്? നേഴ്സിനെയും ഡോക്ടേഴ്സിനെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററിനെയും നിയമിക്കുന്നതും പിന്നെന്താണ് അവർ അസസ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. എന്താണ്? ഹോസ്പിറ്റൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സർവീസുകളെ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകളെയും കോർഡിനേറ്റ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും എല്ലാം ആരാണ്? ഓർഗനൈസ് ചെയ്യേണ്ടതും എല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെന്താ? Supervising the creation and implementation of programs and policies for patient services, quality assurance, public relations outreach and departmental activities. അതായത് പേഷ്യന്റിന്റെ സർവീസസ് അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്, അതും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അത് നടപ്പിലാക്കേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആരാണ്? അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പേഷ്യന്റിന് വേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പ്രവർത്തനങ്ങള് ഇവർക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഷാരോൺ, ക്ലിയർ ആണോ? ക്ലിയർ ആ മിസ്സേ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻസ്. അതായത് പ്രിവെന്റീവ് മെഡിസിൻസിന് വേണ്ടിയുള്ളതും അല്ലെങ്കിൽ റിസർച്ച്, ഓക്കെ, സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയുള്ള പ്രോഗ്രാംസുകളും സർവീസുകളും എന്താണ്? എക്സ്പാൻഡ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യേണ്ടതും അത് കണ്ടെത്തുന്നത് വികസിപ്പിക്കുകയും അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു ജാസ്മിൻ? ജിനു എന്തായിരുന്നു ഫസ്റ്റ് വൺ? ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? ഗവർണിംഗ് ബോർഡും മെഡിക്കൽ സ്റ്റാഫ്സും ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ ഇടയിൽ ഒരു കോണ്ടാക്ട് ആയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു ഷാരോൺ? തുഷാര?
ഷാരോൺ കണ്ടിന്യൂ പറയൂ. recruiting, hiring, and accessing nursing, doctors, and assistant administration. എന്നാൽ എന്താണ് നേഴ്സിനെയും ഡോക്ടേഴ്സിനെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററിനെയും നിയമിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവരെ അസസ് ചെയ്യേണ്ടതും അവരെ വിലയിരുത്തേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? Organizing, directing, controlling, and coordinating service as directed by the hospital board. അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഓർഗനൈസ് ചെയ്യേണ്ടതുമെല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ദെൻ തുഷാര, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? Supervising the creation and implementation of programs and policies for patient services, quality assurance, public relations, outreach, and departmental activities. അതിലെന്താ പറയുന്നത്? പ്രോഗ്രാംസും പോളിസീസും ഒക്കെ പ്രോഗ്രാംസിന്റെയും പോളിസീസിന്റെയും ക്രിയേഷനും ഇംപ്ലിമെന്റേഷനും ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക പേഷ്യന്റ് സർവീസസിന് വേണ്ടിയിട്ട്, പിന്നെ ക്വാളിറ്റി അഷുറൻസിനും പബ്ലിക് റിലേഷനും മറ്റ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? എല്ലാ പോളിസീസും പ്രോഗ്രാംസും ക്രിയേറ്റ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് വൺ എന്തായിരുന്നു ജാസ്മിൻ? Advancing and expanding programs and services for scientific research and preventive medicine. എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിന് വേണ്ടിയുള്ള റിസർച്ചിന്റെ ആവശ്യത്തിനായിട്ട് പ്രോഗ്രാംസ് അഡ്വാൻസ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യേണ്ടതും ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ hospital administrators have to stay current on any laws and regulations that affect the healthcare or hospital industry as well as medical and technological progress. അതായത് ഹെൽത്ത് കെയറിലെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെയോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസിനെയോ ബാധിക്കുന്ന അതിന്റെ സാങ്കേതിക പുരോഗതി ടെക്നോളജിക്കൽ പ്രോഗ്രസിനെയോ ബാധിക്കുന്ന നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് ആരറിഞ്ഞിരിക്കണം? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും എല്ലാ ലോസിനെ കുറിച്ചും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ആസ് എ ബിസിനസ് ലീഡേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് ഓവർസീ ലോങ് ടൈം പ്ലാനിങ്. ഓക്കെ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചില കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? ലോങ് ടൈം പ്ലാനിങ്. ഓക്കെ, ഹോസ്പിറ്റൽസിന് ഒരു ഓർഗനൈസേഷന് ധാരാളം പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ധാരാളം പ്രോജക്ട്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ലോങ് ടൈം പ്ലാനിങ്ങിനെ കുറിച്ച് മോണിറ്റർ ചെയ്യണം. ഓക്കെ, അത് നിരീക്ഷിക്കേണ്ടത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്. പ്രവർത്തന ലക്ഷ്യങ്ങളെ കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്. മെഡിക്കൽ സർവീസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഡെലിവറി നടക്കുന്നുണ്ടോ എന്നുള്ളതും അറിഞ്ഞിരിക്കണം മെഡിക്കൽ സർവീസിന്റെ. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെ കുറിച്ചും അതിനെയും മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ്? ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ചേഞ്ചസും നിരീക്ഷിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ. ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, their strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community and cooperating with the governing bodies. എന്താ പറയുന്നത്? സ്റ്റാഫുകളെ മെന്റർ ചെയ്യുക, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഓക്കെ, ഭരണസമിതി അതായത് ഗവേണിംഗ് ബോർഡുമായിട്ടുള്ള കോപ്പറേഷൻസ്, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, സഹകരണം, പിന്നെന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ ആവശ്യമാണ്. എന്താണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്? എന്തായിരുന്നു ഇന്റർപേഴ്സണൽ സ്കിൽസ്? നമ്മൾ ഇന്റർപേഴ്സണൽ റോൾ പഠിച്ചു. എന്തായിരുന്നു ഇന്റർപേഴ്സണൽ സ്കിൽസ്? ജിനു, അതായത് മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുക, ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്റർപേഴ്സണൽ സ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള
ഇന്റർപേഴ്സണൽ സ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്? സ്റ്റാഫിനെ മെന്റർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനും ഇത്തരം ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് ആ ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടഡ് എവിടെ നിന്നാണ് തുടങ്ങിയത്? അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിൽ നിന്നാണ് തുടങ്ങിയത്. എന്തായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്? എന്തായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്? interpersonal roles, informational roles, designer roles. ഓക്കെ. അതായത് മിൻസ്ബർഗ് എന്ന കനേഡിയൻ ഓതറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള തിയറി ഏതായിരുന്നു? മാനേജീരിയൽ റോൾ തിയറി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് 3 ടൈപ്പ് ഓഫ് റോളുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഓക്കെ. ഇന്റർപേഴ്സണൽ റോൾസ് എന്താ പറയുന്നത്? figurehead, leader and liaison. ഓക്കെ. ഫിഗർ ഹെഡ് ആയിട്ടും ലീഡർ ആയിട്ടും ലിയോസോൺ ആയിട്ടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഫിഗർ ഹെഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡോക്യുമെന്റ് സൈൻ ചെയ്യുക, ഡോക്യുമെന്റ് സൈൻ ചെയ്യുക. പിന്നെന്താണ്? ഒഫീഷ്യൽ മീറ്റിംഗ് ഒഫീഷ്യൽ മീറ്റിംഗിൽ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ലീഡർ ആയിട്ട് ആസ് എ ലീഡർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? മാനേജ് ആൻഡ് മോട്ടിവേറ്റ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെന്താണ്? ഇൻസ്ട്രക്ട് ദം ടു അച്ചീവ് ഗോൾസ്. അവിടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പിന്നെന്തായിരുന്നു? പെർഫോമൻസ് ഇവാലുവേഷൻ. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ആസ് എ ലീഡർ എന്ന നിലയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് ഇതെല്ലാം. പിന്നെ ലിയോസോൺ എന്തായിരുന്നു? ലിയോസോൺ ഒരു നല്ല ബന്ധം. ഓക്കെ. ബന്ധം എന്നാണ് അതിന്റെ മീനിങ്. നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക. ആർക്കൊക്കെ ഇടയിലാണ്? അതായത് ഈ ഹോസ്പിറ്റൽസിന് മറ്റു ഹോസ്പിറ്റലുകൾക്ക് ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ. ക്ലിയർ ആയോ? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ 2 ഹോസ്പിറ്റലുകൾക്ക് ഇടയിലുള്ള ലിങ്ക് ആയിട്ട് ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണോ? ദെൻ ഇൻഫോർമേഷണൽ റോൾസ് എന്താ പറയുന്നത്? എന്താണ് ഇൻഫോർമേഷണൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? മോണിറ്റർ, ഡിസമിനേറ്റർ ആൻഡ് സ്പോക്സ് പേഴ്സൺ. മോണിറ്റർ, ഡിസമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. അതായത് എന്താണ് മോണിറ്റർ എന്ന് പറഞ്ഞ എന്താണ്? എന്തൊക്കെ ഒരു നിരീക്ഷകനായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ്? ഓർഗനൈസേഷൻ നമ്മൾ പുറത്തു നിന്നും അകത്തു നിന്നും വേരിയസ് സോഴ്സസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷനെ കളക്ട് ചെയ്യുക. ഓക്കെ. ആ ഇൻഫോർമേഷനെ കളക്ട് ചെയ്യുക. കൂടാതെ എന്താണ്? അതിന്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക. ഓക്കെ. ഒരു മോണിറ്റർ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണിത്. ഡിസിമിനേറ്റർ ഒരു പ്രചാരകനായിട്ട് ഒരു ഡിസിമിനേറ്റർ ആയിട്ട് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ്? എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് പാസ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആസ് എ ഡിസിമിനേറ്റർ? ഇൻഫോർമേഷൻസ് അതായത് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ മെമ്പേഴ്സിനൊക്കെ ഇടയിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ ന്യൂ പോളിസീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അവരെ അറിയിക്കേണ്ടത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്തായിരുന്നു? ഡിസിഷണൽ റോൾസ് മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ. എന്റർപ്രനർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ. ഹോസ്പിറ്റൽസിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. പിന്നെന്താണ്? ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് അതിൽ ഡ്യൂട്ടി? എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയ ഡിസീസ് ക്രൈസിസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള ഡിസിഷൻ. സോൾവ് ചെയ്യാൻ വേണ്ട ഡിസിഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്.
then resource allocator, then negotiator. എന്തായിരുന്നു ഇതിൽ രണ്ടിലും പറയുന്നത്? Allocated budget to various projects. Resource allocation. പ്രോജക്റ്റിന് മുൻഗണന തീരുമാനിക്കുക, പിന്നെ അതിന് വേണ്ട ബഡ്ജറ്റുകൾ കണ്ടെത്തുക, പിന്നെന്താണ് നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞായിരുന്നു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ക്ലയൻസിനിടയിലും അല്ലെങ്കിൽ ലേബർ യൂണിയൻസിനൊക്കെ ഇടയിൽ ഒരു ആരാണ് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഹോസ്പിറ്റലിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? ടെക്നിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് സ്കില്ലാണ്? ഹ്യൂമൻ സ്കിൽ. ഹ്യൂമൻ സ്കിൽ എന്താ പറയുന്നത്? ഹ്യൂമൻ സ്കിൽ How to communicate. ഒരു സോഫ്റ്റ് സ്കില്ലാണ് ഹ്യൂമൻ സ്കിൽ എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവരോട്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ കൺസെപ്റ്റുവൽ സ്കിൽ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അത് മനസ്സിലാക്കി സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഒരു പ്രോബ്ലത്തെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ആ സ്കില്ലിനെയാണ് നമ്മൾ കൺസെപ്റ്റുവൽ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചില ഡ്യൂട്ടീസ് പഠിച്ചു. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗനൈസേഷനിലെയും അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെയിം ഡ്യൂട്ടീസ് അല്ല ചെയ്യുന്നത്, അല്ലെ? വ്യത്യാസമാണത്. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെ കാര്യത്തിലാണ് ഡിഫറൻസ് ഉള്ളത്? എന്തൊക്കെ കാര്യത്തിലാണ്? മെയിൻ കാരണം എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്? വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, അല്ലേ? സ്മോൾ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്? ആ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ആകെ ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ടത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? സെർവിങ് ആസ് കോണ്ടാക്ട് എമംഗ് ഗവേണിംഗ് ബോർഡ്സ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. എന്താ അതിൽ പറയുന്നത്? ജിനു, ഗവേണിംഗ് ബോർഡ്സും മെഡിക്കൽ സ്റ്റാഫ്സും ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ ഇടയിൽ ഒരു കോണ്ടാക്ട് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? നേഴ്സ്, ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഹയർ ചെയ്യുകയും റിക്രൂട്ട് ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർക്കാണ്. റിക്രൂട്ട് ചെയ്യുകയും അവർ അസസ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ഷാരോൺ, പിന്നെന്തായിരുന്നു ഡ്യൂട്ടീസ്? organizing, directing, controlling and coordinating service as directed by the hospital board. ഹോസ്പിറ്റൽ ബോർഡിന്റെ നിയമപ്രകാരം ഹോസ്പിറ്റൽ ബോർഡ് നിയമങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സർവീസുകളെയും കോർഡിനേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. പിന്നെന്താ പറയുന്നത് ജാസ്മിൻ? പിന്നെന്താ ഡ്യൂട്ടി ഉള്ളത്? അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി എന്താണ്? Supervising the creation and implementation of programs and policies for patient services, quality assurance, public relations, outreach and departmental activities. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? സൂപ്പർവൈസ് ചെയ്യുക, പേഷ്യന്റ് സർവീസസും ക്വാളിറ്റി അഷ്വറൻസസ് എല്ലാം അതിനൊക്കെ വേണ്ടിയുള്ള പ്രോഗ്രാംസും പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും അതിനെ മേൽനോട്ടം വഹിക്കേണ്ടതും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് വൺ എന്തായിരുന്നു തുഷാര? Advancing and expanding programs and services for scientific research and preventive medicine. അതിലെന്താ പറയുന്നത്? സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും സർവീസസും ഒക്കെ കൊണ്ടുവരാനും എക്സ്പാൻഡ് ചെയ്യാനും
എക്സ്പാൻഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതും എല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ ആസ് എ ബിസിനസ് ലീഡർ എന്ന രീതിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചില കാര്യങ്ങൾ ഓവർസീ ചെയ്യേണ്ടത്, നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ലോങ് ടൈം പ്ലാനിങ്ങിനെ കുറിച്ച്. ഓക്കെ. പിന്നെന്താണ്? Operating objectives and budget. Operating objectives and budget. Long term planning, operating objective and budget, the systematic delivery of medical services, financial reports, hospital policy changes. ഓക്കെ. ഇത്തരം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെന്താ പറയുന്നത്? സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമായിട്ട് വരുന്നത്? Overseeing and mentoring staff. സ്റ്റാഫുകളെ മെന്റർ ചെയ്യുന്നതിന്. പിന്നെന്താണ്? പിന്നെന്തൊക്കെയാണ്? അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന്. പിന്നെന്താണ്? ഗവേണിംഗ് ഭരണസമിതിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഗവേണിംഗ് ബോർഡുമായിട്ടുള്ള സഹകരണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യമാണ്. ഓക്കെ. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരിക. Then functions of hospital administrator jobs, then functions of hospital administrator ന്റെ functions. ആ ടോപ്പിക്കും കൂടി ജസ്റ്റ് കവർ ചെയ്തിട്ട് വരിക. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ FQ എല്ലാരും ചെയ്തിട്ടില്ലേ? എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, teacher. നെക്സ്റ്റ് ക്ലാസ് ഉള്ളതാണ്. ഓക്കെ. ബൈ. Thank you. Thank you, teacher.